സർ, ഈ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കുന്നില്ല ട്രംപ്. ദിനം പ്രതി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. ഏതാണ്ട് 250 ഇന്ത്യക്കാരെയും കൊണ്ട് ആദ്യത്തെ വിമാനം, ഒരു സൈനിക വിമാനമാണ്, അത് ഇന്ത്യയിലെത്തി. പഞ്ചാബിലാണ് അത് എത്തിയത്. എന്താണ് സാർ അതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ഒരു സൈനിക വിമാനം C-17 മോഡലിലുള്ളൊരു വിമാനം, അതിൽ 200-ൽ പരം ആളുകളെയാണ് അവരെ അടുക്കി മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. കാരണം ഒരു യാത്രാ വിമാനത്തിൻ്റെ അത്രയും സൗകര്യങ്ങളുള്ള വിമാനമല്ല മിലിറ്ററി വിമാനം. അപ്പോൾ അവിടെ 200-ൽ പരം ആളുകളുമായി അമൃത്സറിലേക്കാണ് ആ വിമാനം വന്നിരിക്കുന്നത്. അപ്പോൾ ട്രംപ് പറഞ്ഞിരുന്നത് പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ ഇന്ത്യ സൗഹൃദ രാജ്യമാണ്, മോദിയും ട്രംപും തമ്മിൽ സൗഹൃദമുണ്ട്, അതൊക്കെ ഒരു വശത്ത്. മറുവശത്തെ ഇന്ത്യയിൽ നിന്നാകട്ടെ ലോകത്തിൻ്റെ എവിടെ നിന്നാകട്ടെ അനധികൃത കുടിയേറ്റക്കാരെ കൈയോടെ പിടികൂടിയാൽ ഘട്ടം ഘട്ടമായി മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കും. ഇവിടെ വരുന്ന ഒരു പിടി സന്ദേഹങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്, ആശങ്കകളുണ്ട്. ഒന്ന്, ഈ പറയുന്ന 200 പേർ അവരുടെ യാത്രാരേഖകൾ എന്താണ്? ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? തീവ്രവാദ പശ്ചാത്തലമുള്ളവരാണോ? ഭാരതം കാത്തിരിക്കുന്ന പിടികിട്ടാപ്പുള്ളികൾ അതിനുള്ളിലുണ്ടോ? ഒരുപക്ഷെ സിഖ് ഭീകരർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്തുണ്ടോ? ഈ സംശയം ഉണ്ടാകുന്നത് അമൃത്സറിലേക്ക് പറന്നിറങ്ങുന്നു. ടെക്സസിൽ നിന്നും അമൃത്സറിലേക്ക് പറന്നിറങ്ങുന്ന വിമാനത്തിൽ ആരാവും ഉള്ളത്? വളരെ രഹസ്യമായി ഗോപ്യമായിട്ടാണ് അവരെ അവിടെ നിന്ന് കയറ്റിവിട്ടത്. കാര്യമായ വിഷ്വൽസ് ഒന്നും ഉണ്ടായില്ല. ഇറങ്ങുന്ന ചിത്രങ്ങളും വളരെ വളരെ ചെറിയ തോതിൽ മാത്രമാണ് അത് പുറത്തു വരുന്നത്. അതുകൊണ്ട് കാര്യമായ കുറച്ച് ഊഹാപോഹങ്ങളും സ്പെക്കുലേഷൻസുമാണ് ഇതിൻ്റെ പിന്നിൽ ആകെയുള്ള പിൻബലം. അതുകൊണ്ടാണ് ന്യായമായൊരു സംശയമുണ്ട്, ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന ചില കൊടും കുറ്റവാളികൾ അക്കൂട്ടത്തിലുണ്ടോ? അവരൊരുപക്ഷെ പ്രഖ്യാപിത കുറ്റവാളികളാവില്ല. ഒരുപക്ഷെ ഇന്ത്യക്ക് ആവശ്യമുള്ളതും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ കാനഡയിലും അമേരിക്കയിലുമൊക്കെ കുടിയേറിയ ചില ആളുകൾ ഇതിനുള്ളിലുണ്ടോ എന്ന ഒരു സംശയം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ സംശയം, ഇവരവിടെ എത്തിച്ചേർന്ന വഴി നേരിട്ട് ഇന്ത്യയിൽ നിന്ന് പോയവരാണോ? ഇന്ത്യൻ വംശജരാണ്, ഓൾ റൈറ്റ്. പക്ഷേ അവർ ഒരുപക്ഷെ ഈസ്റ്റ് ആഫ്രിക്ക, കെനിയയിലോ ഉഗാണ്ടയിലോ ടാൻസാനിയയിലോ അല്ലെങ്കിൽ വെസ്റ്റ് ആഫ്രിക്കയിൽ നൈജീരിയയിലോ ഘാനയിലോ ചെന്ന് അവിടെ ഒരു തലമുറ കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് കുടിയേറിയ ഇന്ത്യൻ വംശജരാണോ? അത് വേറൊരു ചോദ്യമാണ്. അപ്പോൾ ഇവർക്ക് വാലിഡായ ഇന്ത്യൻ പാസ്പോർട്ട് എന്നാണ് അവസാനം ഉണ്ടായിരുന്നത്? അത് അവരുടെ മാതാപിതാക്കൾക്കാണോ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആയിരുന്നവർ എന്നത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി, കയറ്റിവിട്ടവരുടെ ലിസ്റ്റ്, അവരുടെ ഡീറ്റെയിൽസ്, അവരെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അരച്ച് കലക്കി കുടിക്കാതെ പഠിക്കാതെ നമുക്കൊരിക്കലും അവരെ ആ രീതിയിൽ സ്വീകരിക്കാനും ആവില്ല. തത്വത്തിൽ സ്വീകരിക്കുന്നു, പക്ഷേ കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരുന്നതാണ് രണ്ടാമത്തെ കാര്യം. 3, ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. പറയുന്ന നമ്പർ 17 ലക്ഷത്തോളം പേര്, 3,70,000 പേര് ഉണ്ട് എന്ന ഒരു കണക്ക്. ആകമാന എണ്ണം 17 ലക്ഷത്തോളം വരും. പല രീതിയിൽ അവിടെ തങ്ങിപ്പോയ ആളുകൾ ഇന്ത്യൻ വംശജരായ ആളുകളാണ്. അതിൽ 20,000 പേരാണ് ഇമ്മീഡിയറ്റായി ഡിപ്പോർട്ടേഷൻ കാത്ത് കിടക്കുന്നത്. അതിൽ തന്നെ കുറച്ച് പേർക്ക് 2,000 പേർക്ക് മാർച്ചിങ് ഓർഡേഴ്സ് നൽകി കഴിഞ്ഞു. അതിൽ 200 പേരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഒരു 20,000-ഓളം പേരുണ്ട്. 18,000 പേര് ഉള്ള ഒരു ലിസ്റ്റ് അത് ഇന്ത്യക്ക് കൈമാറി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം ഘട്ടം ഘട്ടമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നതാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത. അത് വലിയ നമ്പറല്ല. ഈ കുടിയേറ്റ കണക്കിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. മെക്സിക്കോയിലും സെൻട്രൽ അമേരിക്കയും കഴിഞ്ഞാൽ പിന്നീട് 3-ാം സ്ഥാനത്ത് അമേരിക്കയിൽ കുടിയേറിയ വംശജർ ഇന്ത്യൻ വംശജരാണ്. പക്ഷേ അതിൻ്റെ റൂട്ടിനെ കുറിച്ചാണ് ഞാൻ സംശയം പ്രകടിപ്പിച്ചത്. ഇനി മറ്റൊരു ചോദ്യം, ഇവരെങ്ങനെയാണ് അനധികൃത കുടിയേറ്റക്കാരായത്? അവരവിടെ ചെന്നത് ഒരുപക്ഷെ സ്റ്റുഡൻറ്റ് വീസയിലായിരിക്കാം. സ്റ്റുഡൻറ്റ് വീസയുടെ കാലാവധി കഴിഞ്ഞ് വിസ പുതുക്കാതെ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിന് ചേരാതെ താമസ പെർമിറ്റ് വാങ്ങാതെ അനധികൃതമായി അവിടെ തങ്ങിപ്പോയവരാകാം. അതൊരു കാറ്റഗറി. 2, ജോബ് വിസയിൽ പോയവർ, ആ പെർമിറ്റ് കാലാവധി കഴിഞ്ഞതിന് ശേഷം തുടർന്നവർ. അങ്ങനെയുള്ള പല രീതിയിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണവശാൽ ടൂറിസ്റ്റ് വിസയിൽ പോലും ചെന്ന് പെട്ടവർ. അമേരിക്കയിൽ വളരെ കുറവായിരിക്കാം. ഇസ്രയേലിലൊക്കെ എത്ര പേരാണ് ടൂറിസ്റ്റ് വിസയിൽ മുങ്ങുന്ന, നമ്മൾ പല പ്രാവശ്യം ഇത് കേട്ടത്, നിരവധി വാർത്തകളാണ് വരുന്നത്. നിരവധി വാർത്തകളാണ്. അപ്പം അങ്ങനെ പല ആവർത്തി ഇത് നീട്ടിക്കിട്ടുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ പിന്നീട് ഈ ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ വളരെ ഉദാരമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഇവരാരും തന്നെ
മെക്സിക്കയിൽ നിന്ന് വരുന്ന പോലെയുള്ള നുഴഞ്ഞ കയറ്റക്കാരല്ല. ഇവർ പക്ക യാത്രാ രേഖകളുമായിട്ടാണ് ആദ്യം അമേരിക്കയിലെത്തുന്നത്. പിന്നീട് ആ രേഖകൾ പുതുക്കാൻ വിസമ്മതിക്കുകയും അവിടെ തുടരുകയും അത് അനധികൃതമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് ആ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അത് കണ്ടെത്തണം. ഇവരിൽ തന്നെ പല കാറ്റഗറിയുമുണ്ട്. അതിനുള്ളിൽ തന്നെ അമേരിക്കയിൽ കൊടും കുറ്റവാളികളായ ക്രിമിനലുകളായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അത് മഹാഭൂരിപക്ഷവും ഇന്ത്യക്കാരല്ല, അത് മെക്സിക്കൻ വംശജരാണ്, അല്ലെങ്കിൽ നിക്കറാഗ്വ, എൽ സാൽവഡോർ, ഗ്വാട്ടിമാല, ബെലീസ്, കൊളംബിയ ഇങ്ങനെയൊക്കെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും അവിടെ കാലാകാലങ്ങളിൽ കടന്നു വരുന്നവരാണ്. അവർ മാഫിയ സംഘങ്ങളാണ്, അവരെ ക്രിമിനലുകളാണ്. അവരെ പാർപ്പിക്കാനാണ് ഇപ്പോൾ ഗ്വാണ്ടനാമോ ബേയിലേക്ക് ഒരു താവളം അമേരിക്ക ഒരുക്കുന്നു. സർ, എൽ സാൽവദോർ അവിടെ അവരുമായിട്ടൊരു കരാറിൽ ഒപ്പിട്ടു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഒരു പ്രസ്താവന വന്നു അടുത്ത കഴിഞ്ഞ മണിക്കൂറുകളിൽ. അതായത് ഒരു കൊച്ചു രാജ്യമാണ് എൽ സാൽവഡോർ. അതായത് അമേരിക്ക വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തെയും തെക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തെയും യോജിപ്പിക്കുന്ന ഒരു ചിക്കൻ നെക്ക് ഉണ്ടല്ലോ, പാനമയൊക്കെയുള്ള ആ ഒരു പ്രദേശം. അവിടെയുള്ള 4-5 രാജ്യങ്ങളിലൊന്നാണ് നിക്കറാഗ്വ, എൽ സാൽവഡോർ, ഗ്വാട്ടിമാല അങ്ങനെയുള്ള. അപ്പോൾ നിക്കറാഗ്വ എന്ന രാജ്യത്ത് ഒരുപാട് ഡ്രഗ് പെഡലിംഗ് നടക്കുന്നു. എൽ സാൽവഡോറിലും അതുപോലെയുണ്ട്. ഇത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ്. ഇത് മെക്സിക്കോ വഴി അമേരിക്കയിൽ എത്തുന്നു, അല്ലെങ്കിൽ നേരിട്ടെത്തുന്നു. ഇങ്ങനെ എൽ സാൽവഡോർ ഗവൺമെൻറ്റുമായി ആദ്യം അനൗപചാരികവും ഇപ്പോൾ ഔപചാരികവുമായ ഒരു സംഭാഷണം അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുന്നു. അവിടെ ആകെ താറുമാറായി കിടക്കുന്ന രാജ്യമാണ്. അവിടെ വലിയ തോതിലാണ് പോപ്പി കൾട്ടിവേഷൻ, ഡ്രഗ് പെഡലിംഗ്, മാഫിയ ആക്ടിവിറ്റി. അവരുടെ ഇടയിലേക്ക് വാസമുറപ്പിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്നും പിടികൂടുന്ന അനധികൃത കുടിയേറ്റക്കാർ, പ്രത്യേകിച്ചും ക്രിമിനലുകളുടെ ഒരു ബാച്ചിനെയെങ്കിലും വിടാനുള്ള കരാറായിരിക്കുന്നു. അപ്പോൾ ഇതൊരു സൂചനയാണെങ്കിൽ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായും ഇതുപോലെയുള്ള ഉഭയകക്ഷി കരാറുകളിലൂടെ ഈ അതത് രാജ്യങ്ങളെ കൂടി കോൺഫിഡൻസിലെടുത്തുകൊണ്ട്, അതായത് അവരെ കൊണ്ടൊന്നും തള്ളുക എന്നുള്ളതല്ല, ആ രാജ്യത്തിന് ഇവരുടെ പ്രൊഡക്റ്റീവ് എനർജി, ഇവർ അമേരിക്കയിൽ ചെന്ന് കുറേയൊക്കെ സാങ്കേതിക വിദ്യയും കുറേയൊക്കെ ട്രെയിനിങ്ങും ജോബ് പരിചയവും ഒക്കെ ഉണ്ടായി കാണും. അതുൾപ്പെടെ ആ രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് അവരെ പ്രൊഡക്റ്റീവായി ഡിപ്ലോയ് ചെയ്യുക എന്ന ഒരു സോഫ്റ്റ് പോളിസിയും ഇതിൻ്റെ പിന്നിലുണ്ട്. അമേരിക്കയ്ക്ക് അവർ താങ്ങാനാവില്ല, പക്ഷേ അവരുടെ മാതൃരാജ്യങ്ങളായിക്കൊള്ളണമെന്നില്ല. എൽ സാൽവഡോർ പൗരന്മാർ മാത്രമല്ലത്, ലാറ്റിൻ അമേരിക്കൻ, അത് സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നവർ, അതെല്ലാം ബ്രസീൽ ഒഴിച്ച് മറ്റെല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ഹിസ്പാനിക് വിഭാഗങ്ങൾ, അല്ലേ, ലറ്റീനോസ് എന്ന് പറയുന്ന ഹിസ്പാനിക് വിഭാഗങ്ങൾ, അവരെ അങ്ങോട്ട് വിടുക എന്നൊരു പോളിസിയാണ്. അതിൽ ഇന്ത്യക്കാരുണ്ടാവില്ല. അവർ ഇന്ത്യയിലേക്ക് തന്നെ വിടുക എന്നതാണ്. സാർ, ഇതിലൂടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഈ എൽ സാൽവദോറിലെ ജയിലിനെ കുറിച്ച് വളരെ കുപ്രസിദ്ധി ആർജിച്ചൊരു ജയിലെന്നാണ് പറയുന്നത്, ഗ്വാണ്ടനാമോ പോലെ. അപ്പോൾ അവിടേക്ക് വിടുന്നതിനേക്കാൾ ഞങ്ങളെ അങ്ങ് കൊന്നുകളയുന്നതാണ് നല്ലത് എന്ന് കുറ്റവാളികൾ പറയുന്ന ഒരവസ്ഥ പോലും ഉണ്ട് എന്ന് കേൾക്കുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർ, ഈ അനധികൃതമായി നുഴഞ്ഞു കയറിയ കുടിയേറിയ ആൾക്കാർ സ്വന്തം രാജ്യത്തേക്ക്, മാതൃരാജ്യത്തേക്ക് തിരികെ പോകാൻ തയ്യാറാകുമെന്നാണ് ട്രംപിൻ്റെ വാദം. ഒരു പരിധിവരെ ശരിയായിരിക്കണം, അല്ലേ സാർ? മനുഷ്യാവകാശങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കുന്ന ഒരു ഭരണകൂടമല്ല ഇപ്പോൾ ട്രംപിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതും, അതുപോലെ മറ്റ് അന്താരാഷ്ട്ര WHO സഹായം കട്ട് ചെയ്തു. ഓരോന്നിൽ നിന്നും പുറത്തേക്ക് മാറുകയാണ്. റീകൺസ്ട്രക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട UN സമിതികളിൽ നിന്നും മാറുകയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഏറ്റെടുക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ പേരിൽ ഏറ്റെടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് മനുഷ്യാവകാശം അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ വിമാനത്തിൽ കയറ്റി മത്തി അടുക്കുന്നത് പോലെ അടുക്കി ഒരു മനുഷ്യാവകാശവും ഒന്നും പരിഗണിക്കാതെ കൊണ്ടുവന്ന് തള്ളും. നിങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചുങ്കം ചുമത്തും. കൊളംബിയയിൽ സംഭവിച്ചത് അതാണ്. കൊളംബിയയിലേക്ക് വലിയ തോതിൽ കൊളംബിയൻ പൗരന്മാരെ, അല്ലെങ്കിൽ അവിടുത്തെ കുടിയേറിയവരെ, അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന് തള്ളാൻ നോക്കി 2 വിമാനങ്ങൾ. കൊളംബിയ ലാൻഡിംഗ് പെർമിഷൻ കൊടുത്തില്ല, തിരിച്ചുപോയി വിമാനങ്ങൾ. അതൊരു വലിയ സൂചനയാണ്. ട്രംപ് പിന്നൊന്ന് വരട്ടി. അപ്പോൾ കൊളംബിയ പിന്നീട് കൊളംബിയയുടെ വിമാനങ്ങൾ അയച്ച് കുറച്ചുകൂടെ ഓണറബിളായി അവരെ യാത്രാ വിമാനങ്ങൾ അയച്ച്, മറ്റേ സൈനിക വിമാനങ്ങളാണ്, യാത്രാ വിമാനങ്ങൾ അയച്ച് അവരെ കൊണ്ടുവന്നു. അതൊരു ട്രെൻഡായി മാറുമെന്നാണ് ട്രംപിൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവസരം. പക്ഷേ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം
മറ്റൊരു രാജ്യത്ത് ചെന്ന് പെടുമ്പോൾ അവരായിരിക്കുന്ന പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. ഏറെക്കാലം അമേരിക്കയിൽ താമസിച്ച ഒരു പതിവും കൂടെ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ലതൊരു പക്ഷേ ഞങ്ങളെ അങ്ങ് എടുത്തോണേ, ഞങ്ങളെ അങ്ങ് ഈ ഭൂമുഖത്തു നിന്ന് തന്നെ എടുത്തോണേ എന്ന പ്രാർത്ഥനയിലാണ് ചിലരൊക്കെ. അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഈ പല ഭരണകൂടങ്ങളും സെൻട്രൽ അമേരിക്കയുടെ പല ഭരണകൂടങ്ങളും ഏകാധിപത്യ ഭരണകൂടങ്ങളാണ്. അതെ, ഇവരെയൊക്കെ കൂലിപ്പട്ടാളത്തിലേക്കും മറ്റു പല വിധ്വംസ കാര്യങ്ങളിലേക്കുമായിരിക്കും ഉപയോഗിക്കുന്നത്. അതെ, ന്യായമായ നിയമപരമായ കാര്യങ്ങളിലേക്കല്ല ഇവർ വിനിയോഗിക്കപ്പെടുന്നത് എന്നൊരു ഭയമുണ്ട്. അതുകൊണ്ടാണ് അവർ തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്തായാലും ട്രംപിൻ്റെ ഈ ദാക്ഷിണ്യമില്ലാത്ത നിർദാക്ഷിണ്യമുള്ള ഈ പെരുമാറ്റം വലിയ തോതിൽ ആൾക്കാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകരുൾപ്പെടെ വളരെ ജാഗ്രതയോടെ ഇതിനെ നിരീക്ഷിച്ചു വരുന്നു. എന്തായാലും ഇന്ത്യക്കാർ വലിയ ഭയപ്പാടിൽ അകപ്പെടേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ചില മലയാളികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇന്ത്യയിലേക്ക്, ഈ അനധികൃതമായ അമേരിക്കയിലേക്ക് കുടിയേറി ഇന്ത്യയിൽ മടങ്ങിയെത്താൻ കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.